ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് ഞാൻ UGC നെറ്റിലെ ജനറൽ പേപ്പറിലെ മാത്സിലെ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രെയിനിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു ട്രെയിൻ ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് കൂടുതൽ പ്രാവശ്യം അത് ടൈം ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ടൈം തന്നിട്ട് ലെങ്തോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. ഇപ്പൊ ആദ്യം നമുക്കൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഒരു ട്രെയിൻ ഉണ്ട്, പല തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ കാണും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന ഇത് ട്രെയിൻ ആൻഡ് ഒരു ഒബ്ജക്റ്റ് ആണ്. അതായത് ഒരു ട്രീയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിങ് മാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ, അങ്ങനെ അതായത് സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ലെങ്ത് ഉണ്ട്, അതായത് നമ്മൾ ട്രെയിനിന്റെ ലെങ്ത് ഇതാണ് നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, ട്രെയിനിന്റെ ലെങ്ത്. അപ്പൊ അതാണ്ട് ഈ പറയുന്ന ഒബ്ജക്റ്റിന് എന്തില്ല, ലെങ്ത് ഇല്ല. അതായത് നമ്മൾ ഇങ്ങനല്ലേ ഇതിന് ലെങ്ത് പറയുന്നത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒബ്ജക്റ്റുകൾ, അതായത് പോസ്റ്റ്, ട്രീ, പോള്, സ്റ്റാൻഡിങ് മാന്, അതിനെന്തില്ല, ലെങ്തും ഇല്ല, അതേപോലെ തന്നെ സ്പീഡും ഇല്ലാത്ത തരം ഒബ്ജക്റ്റുകൾ. അപ്പൊ അത് ഫസ്റ്റ് എക്സാമ്പിൾ. ഇതിനെ പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാണ്ട ഇതിന്റെ ട്രെയിനിന്റെ ഒരു ടെയിൽ എൻഡ് ദാണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, പാസ് ചെയ്തു അല്ലെ. പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഏത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന വെച്ചാൽ ഈ ട്രെയിനിന്റെ ലെങ്ത് ആണ് ട്രാവൽ ചെയ്തത് അല്ലെ. ഏത് സ്പീഡിലാ, ഈ ട്രെയിനിന്റെ സ്പീഡിലാണ് ട്രാവൽ ചെയ്തത്. ഇനി ഇതിപ്പോ ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ട്രെയിന്, അതിന്റെയൊക്കെ പ്രത്യേകത എന്താ, അതിന് ലെങ്ത് ഉണ്ട്. ട്രെയിനിന്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ലെങ്ത് ഉണ്ട്, പക്ഷെ ഇത് മൂവിങ് ആണോ, അല്ല, അത് സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് തന്നെ അതിന് സ്പീഡില്ല. അപ്പൊ ഇതിനെ നോക്കിയേ, ക്രോസ് ചെയ്യുക എന്ന് വെച്ചാൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് പ്ലസ് ഈ ഒരു ട്രെയിനിന്റെ ലെങ്ത് അല്ലെ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന് പകരം ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു ടോപ്പിക് ആണ്. ടൈം ഈക്വൽ ടു നമുക്കറിയാം എന്താ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്നറിയാം അല്ലെ. ഇവിടുത്തെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്തുകളായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് ആരൊക്കെയാണോ ഉള്ളത്, ട്രെയിനിന് സ്പീഡ് ഉണ്ട്, അതേപോലെ ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ അതും എടുക്കും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷൻ ഇങ്ങനെ പറയാം, ടൈം ഈക്വൽ ടു length of train plus length of object by speed of train plus or minus speed of object. ഇത് ജനറൽ ഇക്വേഷൻ. ഒബ്ജക്റ്റിനനുസരിച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ ലെങ്ത് കൊടുക്കുക, സ്പീഡ് ഉണ്ടെങ്കിൽ സ്പീഡും കൊടുക്കുക. ക്ലിയർ ആണോ? ഇപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മളിപ്പോ ടൈമിന്റെ ഇക്വേഷൻ എന്നുള്ള രീതിയിൽ എഴുതുന്നത്, ചില ക്വസ്റ്റ്യനിൽ ടൈം തന്നിട്ട് ലെങ്ത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. മനസ്സിലായോ? ഇപ്പൊ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്ട്. ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് വന്നിട്ടുണ്ട്. എപ്പോഴാണ് പ്ലസ് വരുന്നത്? രണ്ട് സ്പീഡ് റിലേറ്റീവ് സ്പീഡ് ആണ് അതല്ലേ. രണ്ട് സ്പീഡുകൾ തരുക, S1 S2. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2 എന്ന് വരും. ഇനി സെയിം ഡയറക്ഷൻ ആണെങ്കിലോ S1 മൈനസ് S2 എന്നും വരും. ക്ലിയർ ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ S1 പ്ലസ് S2, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ S1 മൈനസ് S2. ഇനി നമുക്കിത് ഓരോ കേസിൽ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഒബ്ജക്റ്റ് പറയുവാണ്, നോക്കിയേ, പോസ്റ്റ്, പോൾ, സ്റ്റേഷനറി മാൻ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ടൈമിന്റെ ഇക്വേഷൻ എന്തായി, ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ഉണ്ടോ, ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടോ, ഒബ്ജക്റ്റിന്റെ ലെങ്ത് ഇല്ല അല്ലെ. അപ്പം ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ, ഇതാണ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കേസ്, പ്ലാറ്റ്ഫോം, ടണല്, സ്റ്റേഷനറി ട്രെയിൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴോ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് അല്ലെ. ഈ ഒബ്ജക്റ്റുകൾക്കൊക്കെ ലെങ്ത് ഉണ്ട്, പക്ഷെ ഇവർക്ക് സ്പീഡ് ഉണ്ടോ, ഇല്ല. അപ്പൊ സ്പീഡ് ഓഫ് ട്രെയിൻ മാത്രം. ക്ലിയർ ആണോ? ഇനി അടുത്തത് മൂവിങ് മാൻ. അതായത് ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നു, ഒരാൾ ഓടി വരുന്നു അല്ലെ. ഈ ആളെ ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കും, അങ്ങനെ ചോദിച്ചാൽ എന്താ, ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. ആ മാനിന് ലെങ്ത് ഉണ്ടോ, ഇല്ല, അപ്പൊ ലെങ്ത് വേണ്ട. സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ. അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾ പ്ലസ് കൊടുക്കുക. ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കാം. ഇനി എന്താ, മൂവിങ് ട്രെയിൻ, അതായത് രണ്ട് ട്രെയിൻ തമ്മിൽ ക്രോസ് ചെയ്താൽ എത്ര സമയം എടുക്കും എന്ന് ചോദിച്ചാൽ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2. രണ്ട് ട്രെയിനിനും ലെങ്ത് ഉണ്ട് അല്ലെ, ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ 1 പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2. അപ്പൊ ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് ഇതിന്റെ ഇക്വേഷനുകളിൽ നമ്മൾ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക.
നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the time taken by a 180 meter long train running at 54 km per hour to cross a man standing on a platform. അപ്പം ഇവിടെ പറയുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ഒരു മാൻ സ്റ്റാൻഡിങ് ഓൺ എ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതായത് അയാൾക്ക് ലെങ്ത് ഇല്ല, അയാൾക്ക് സ്പീഡും ഇല്ല. അപ്പൊ ഇക്വേഷൻ നമുക്ക് എന്ത് വരും? ടൈം ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇനി ഈ ട്രെയിനിന്റെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ചോദിക്കുന്ന ടൈം ഒക്കെ കണ്ടോ, യൂണിറ്റ് കണ്ടോ, ഓപ്ഷൻ കണ്ടോ, സെക്കൻഡിലാണ്. ലെങ്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ മീറ്ററിലുമാണ്. സ്പീഡ് തരുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്പീഡിന്റെ കിലോമീറ്റർ പെർ അവറിനെ എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മറന്നു പോകരുത്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 180 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാണ്? 54 കിലോമീറ്റർ പെർ അവർ അല്ലെ. സോ 54 ഇൻറ്റു 5/18. ക്യാൻസൽ ചെയ്താൽ പോരായോ? ഓക്കെ, ഇവിടെ കട്ട് ചെയ്യാം. ഇത് 3 വന്നു, 3യും ഇതും കൂടെ കട്ട് ചെയ്താല് 60, then 60/5 അല്ലെ. 60/5 ഈക്വൽ ടു 12 സെക്കൻഡ്സ്. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ 220 meter long is running at 30 km per hour. How long will it take to cross a bridge 80 meter long? ഇപ്പൊ എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? ബ്രിഡ്ജിന് ലെങ്ത് ഉണ്ട്, അതേപോലെ ബ്രിഡ്ജിന് എന്തില്ല? സ്പീഡ് ഇല്ല അല്ലെ. അപ്പൊ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 220 പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്ട് എത്രയാണ്? 80 മീറ്റർ അല്ലെ. 220 പ്ലസ് 80 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാണ്? 30. അത് കിലോമീറ്റർ പെർ അവർ ആണ്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ മറക്കരുത്. ഇൻറ്റു 5/18. സോൾവ് ചെയ്യാം. 220 പ്ലസ് 80 300 ബൈ 30 ഇൻറ്റു 5/18 എന്താവും? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. തിരിഞ്ഞു പോകും. 18/5 എന്നാവും. സോ ഇവിടെ 5, ഇവിടെ 18. കട്ട് ചെയ്യാം. 10 5 വെച്ച് കട്ട് ചെയ്താൽ 2, 18 ഇൻറ്റു 2 36 സെക്കൻഡ്സ്. ഓക്കെ ആണോ? ഓപ്ഷൻ ബി 36 സെക്കൻഡ്സ്. അപ്പൊ ഏത് ഒബ്ജക്റ്റ് ആണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഇക്വേഷൻ എഴുതുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രെയിൻ 240 meter long is moving at a speed of 25 km per hour. In how much time will it cross a man coming from opposite direction at a speed of 2 km per hour? അതായത് മൂവിങ് മാൻ ആണ് അല്ലെ. ഒരു ട്രെയിൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, ഒരു മാൻ ഇങ്ങനെ വരുന്നു അല്ലെ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരുന്നത്. ട്രെയിനിന്റെ സ്പീഡ് 25 km per hour, ഈ പറയുന്ന മാനിന്റെ സ്പീഡ് 2 km per hour അല്ലെ. അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അപ്പൊ ഇവിടെ ഏതാ ഇക്വേഷൻ എടുക്കുമ്പോൾ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ, ദാറ്റ് ഈസ് 240 പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ. ഏതാ? പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറഞ്ഞേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ പ്ലസ്. സോ 25 പ്ലസ് 2. ഒരു തവണ 5/18 കൊണ്ട് ചെയ്താൽ മതി, രണ്ടും കൂടെ എടുക്കണ്ട. പ്ലസ് ചെയ്യുക. അത് കിലോമീറ്റർ പെർ അവർ അല്ലേ. 25 പ്ലസ് 2 27 കിലോമീറ്റർ പെർ അവർ. അതിനെ 5/18 കൊണ്ട് ചെയ്യുക. ഇൻറ്റു 5/18. സോൾവ് ചെയ്തേ. 240 ബൈ 27 ഇൻറ്റു 5 ഇൻറ്റു 80 അല്ലെ. 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3 വെച്ച് കട്ട് ചെയ്താൽ 80. ഓക്കെ. സോ 80 ഇൻറ്റു 2/5. ഇവിടെ കട്ട് ചെയ്താൽ 1 6 16 ഇൻറ്റു 2 32 സെക്കൻഡ്സ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നെ മാൻ സെയിം ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് കൊടുക്കണം. അപ്പൊ അത് മറക്കരുത്. അതേപോലെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കുന്ന കാര്യവും മറക്കരുത്. ഓക്കെ. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ UGC നെറ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആരും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാം ജൂണിലേക്കാണല്ലോ.
അപ്പോൾ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും എല്ലാം ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മളുടേത്. ലൈവ് ക്ലാസ്സുകളും സ്റ്റുഡിയോ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എ ട്രെയിൻ ഓഫ് ലെങ്ത് 100 മീറ്റർ runs at a speed of 120 km/h from north to south. Another train of length 150 meter travel with a speed of 80 km/h from south to north. What is the time required to cross each other? അപ്പം ഇവിടെ എന്താ ഒബ്ജക്റ്റ് ഒരു ട്രെയിൻ തന്നെയാണ് അല്ലെ. രണ്ട് ട്രെയിൻ ഒരു ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അത് പാസ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ട്രെയിനിന്റെ ലെങ്ത്, അപ്പൊ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ഫസ്റ്റ് ട്രെയിൻ 100 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 എത്രയാണ് 150 ഡിവൈഡ് ബൈ സ്പീഡ് എന്താണ് പ്ലസ് ഓർ മൈനസ്. ഇതിനകത്ത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയേ. 120 km/h ഫ്രം നോർത്ത് ടു സൗത്ത് ആൻഡ് 80 km/h ഫ്രം സൗത്ത് ടു നോർത്ത്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് പ്ലസ് ആണ് അല്ലെ. സോ 120 പ്ലസ് 80 അതത്രയും 200 km/h എന്ന് വരും. അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 100 പ്ലസ് 150 250 ബൈ 200 ഇൻറ്റു 5 18 മേളിൽ വരും അല്ലെ. ഇൻറ്റു 18 കട്ട് ചെയ്തേ. കട്ട് ചെയ്തു. 5 വെച്ച് 5 4 ഇത് കട്ട് ചെയ്തു. ദെൻ 18/4 that is 9/2 that is 4.5 seconds. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 4.5 second. Next question. A goods train runs at a speed of 72 km/h and crosses a 250 meter long platform in 26 seconds. What is the length of the goods train? അതായത് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാറ്റ്ഫോം ആണ്. അതിന് പാസ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. നമുക്ക് ലെങ്ത് ഓഫ് ദ ഗുഡ്സ് ട്രെയിനാണ് കണ്ടുപിടിക്കാനുള്ള. അപ്പൊ നമുക്കറിയാം ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. അതിൽ ടൈം തന്നിട്ടുണ്ട് അല്ലെ. 26 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? അതാ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഓഫ് 250 മീറ്റർ. സോ 250 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എന്താണ്? 72 km/h അല്ലെ. 72 ഇൻറ്റു 5/18 കട്ട് ചെയ്യാവല്ലോ. സോൾവ് ചെയ്യാം. നോക്കിയേ. ഇവിടുന്ന് നമുക്ക് ചെയ്താൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 26 ഇൻറ്റു 72 ഇൻറ്റു 5/18 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 250. കട്ട് ചെയ്തേ. 18 ഇൻറ്റു 4 അല്ലെ. സോ 26 ഇൻറ്റു 20 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 250. ഇവിടെ കട്ട് ചെയ്താൽ 12 520 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 250. Then length of train will be equal to 520 minus 250. Solve ചെയ്തേ. 520 minus 250 0 270. ആൻസർ എന്ത് വരും? 270 മീറ്റർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി 270. അപ്പൊ ടൈം തന്നിട്ട് വേറെ ഏതെങ്കിലും ചോദിച്ചാൽ ഇതേ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. Next question. A train 360 meter long is running at a speed of 45 km/h. In what time will it pass a bridge 140 meter long? 140 meter long ആയിട്ടുള്ള ബ്രിഡ്ജിനെ പാസ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന്. സോ ടൈം ടി വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 360 പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് 140 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ മാത്രമല്ല ഒബ്ജക്റ്റിന്റെ സ്പീഡ് ഉണ്ടോ? ഇല്ല. സോ 45 ഇൻറ്റു 5/18. സോൾവ് ചെയ്തേ. 360 പ്ലസ് 140 0 10 500. 500 ബൈ 45 ഇൻറ്റു 5 ഇൻറ്റു 18. കട്ട് ചെയ്യാവല്ലോ. 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 5 ഇവിടെ 2. ഇവിടെ 5 വെച്ച് കട്ട് ചെയ്താൽ 100. വീണ്ടും 5നെ 100 കൊണ്ട് കട്ട് ചെയ്താൽ 20 into 2 40 seconds. Clear alle? Next question. A train moving at a speed of 63 km/h enters a railway station and crosses the platform in 20 seconds. If the length of the train is 100 meter, what is the length of the platform? അപ്പം ഇവിടെ ഏതാണ്?
ഒരു പ്ലാറ്റ്ഫോമിന്റെ ആണ്, ഒബ്ജക്റ്റ് പ്ലാറ്റ്ഫോം ആണ്. സോ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ടൈം എത്ര തന്നേക്കുന്നത്? നമുക്ക് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ടൈം തന്നേക്കുന്നത് 20 സെക്കൻഡ്. സോ 20 വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 100 മീറ്റർ. 100 പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ബൈ ഇനിയും എത്ര സ്പീഡ് വന്നേക്കുന്നത്? 63 അല്ലെ? 63 ഇൻറ്റു 5/18. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ കണ്ടുപിടിക്കുക. 20 ഇൻറ്റു 63 ഇൻറ്റു 5/18 വിൽ ബി ഈക്വൽ ടു 100 പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം. കട്ട് ചെയ്തേ. 9 വെച്ച് കട്ട് ചെയ്താല് ഇവിടെ 2, ഇവിടെ 7, ഇവിടെ കട്ട് ചെയ്താല് 10 അല്ലെ? എന്ത് വരും? 350. 350 equal to 100 plus length of platform. So length of platform will be equal to 350 minus 100, that is 250. So answer 250 meter. Okay ആണോ? അപ്പം ആ ഒരു ട്രെയിനിന്റെ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഏത് ഒബ്ജക്റ്റ് ആണെന്ന് നോക്കി അത് ചെയ്യുക. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമുള്ള കൺസെപ്റ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.